ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡയറ്റീഷ്യൻ സിനി റോയ്. എപ്പോഴും ക്ഷീണം അനുഭവപ്പെടുന്നുണ്ടോ? ചർമ്മത്തിൽ നിറവ്യത്യാസവും ഉറക്കക്കുറവുമൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ? എങ്കിലൊരു പക്ഷേ നിങ്ങളുടെ ശരീരം വിളർച്ച അഥവാ അനീമിയയുടെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. സ്ത്രീകളിലും കുട്ടികളിലുമാണ് വിളർച്ച കൂടുതലായി കണ്ടുവരുന്നത്. രക്തത്തിലെ ഹീമോഗ്ലോബിൻ കുറയുന്നതാണ് വിളർച്ചയിലേക്ക് നയിക്കുന്നതിന്റെ പ്രധാന കാരണം. പോഷകാഹാരങ്ങളുടെ കുറവ് മൂലമാണ് ഹീമോഗ്ലോബിൻ കുറയുന്നതിന്റെ ഒരു പ്രധാന കാരണം. വിളർച്ചയുടെ പ്രാരംഭ ലക്ഷണങ്ങളിൽ ചർമ്മത്തിലും നഖങ്ങളിലുമെല്ലാം വെളുത്ത പാടുകൾ പ്രത്യക്ഷമാകാറുണ്ട്. കഴിക്കുന്ന ഭക്ഷണത്തിലെ പോഷകാഹാരക്കുറവ്, ദുർബലമായ ദഹന വ്യവസ്ഥിതി, രക്തം കൂടുതലായി നഷ്ടപ്പെടൽ എന്നിവയെല്ലാം വിളർച്ച ഉണ്ടാകാനുള്ള കാരണങ്ങളാണ്. കൂടാതെ അനാരോഗ്യകരമായ ഭക്ഷണ രീതിയും ഇരുമ്പിന്റെ കുറവ് മൂലമുള്ള വിളർച്ചയുണ്ടാക്കാം. ഫാസ്റ്റ് ഫുഡ് അമിതമായി കഴിക്കുന്നത് വിളർച്ചയ്ക്ക് കാരണമാകാറുണ്ട്. ഭക്ഷണം നന്നായി കഴിക്കുന്നവരാണെങ്കിലും വിളർച്ചയുണ്ടാകാം. നാം സാധാരണയായി ഉപയോഗിക്കുന്ന പല മരുന്നുകളും ഇരുമ്പിന്റെ ആഗിരണത്തെ തടയാം. അങ്ങനെ വിളർച്ച വരുന്നതിന് ഒരു കാരണമാണ്. തലവേദന, വിശപ്പില്ലായ്മ, ക്ഷീണം, ബലഹീനത, ശ്വസിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട്, തലചുറ്റൽ, കണ്ണുകൾക്ക് ചുറ്റുമുള്ള വീക്കം, ചർമ്മത്തിലും നഖങ്ങളിലും കാണപ്പെടുന്ന വെളുത്ത നിറം, ഹൃദയമിടിപ്പ് കൂടുക, ഉറക്കക്കുറവ് ഇതൊക്കെയാണ് വിളർച്ചയുടെ ലക്ഷണങ്ങൾ. വിളർച്ചയ്ക്ക് പരിഹാരമായി പ്രകൃതിദത്തമായ രീതിയിൽ ഇതുപോലെ നല്ലൊരു ജ്യൂസ് തയ്യാറാക്കി കുടിക്കാവുന്നതാണ്. ഈ ഒരു ജ്യൂസ് കുടിക്കുന്നത് മൂലം പെട്ടെന്ന് തന്നെ ഹീമോഗ്ലോബിൻ കൗണ്ട് വർദ്ധിക്കാൻ സഹായിക്കും. ഈ ഒരു ജ്യൂസ് തയ്യാറാക്കാനായി ഞാനിവിടെ 2 ഈന്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഈന്തപ്പഴം പോഷകങ്ങളുടെ കലവറയാണ്. ഇരുമ്പിന്റെ അംശം കൂടുതലാണ് ഈന്തപ്പഴത്തിൽ. കുരു കളഞ്ഞതിന് ശേഷം ഈന്തപ്പഴം ഉപയോഗിക്കാം. അടുത്തത് ഒരു ക്യാരറ്റിന്റെ പകുതി ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് അയണിന്റെ ശരിയായ ആഗിരണം നടക്കുന്നതിനെ സഹായിക്കുന്ന നല്ലൊരു പച്ചക്കറിയാണ് ക്യാരറ്റ്. കൂടാതെ നമ്മുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ഒരുപാട് വൈറ്റമിൻസും മിനറൽസും എല്ലാം ക്യാരറ്റിൽ അടങ്ങിയിരിക്കുന്നു. ഇനി ഈ ജ്യൂസിലേക്ക് വേണ്ട അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആണ് ബീട്രൂട്ട്. ഒരു ചെറിയ ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. ബീട്രൂട്ട് തൊലി കളഞ്ഞതിന് ശേഷമാണ് എടുത്തിരിക്കുന്നത്. ബീട്രൂട്ട് ഇരുമ്പിൻ്റെയും വിറ്റാമിനുകളുടെയും മികച്ച ഉറവിടമാണ്, പ്രത്യേകിച്ച് വൈറ്റമിൻ സി. ഇതിലെ വൈറ്റമിൻ സി ആണ് അയണിനെ ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നത്. കൂടാതെ പ്രോട്ടീനും ധാരാളമായി കാണപ്പെടുന്ന ഒരു പച്ചക്കറിയാണ് ബീട്രൂട്ട്. അതിനാൽ വിളർച്ചയുള്ളവർക്ക് ബീട്രൂട്ട് അത്യുത്തമമാണ്. അടുത്തത് മാതളം നാരങ്ങ. ഒരു മാതളം നാരങ്ങ മുഴുവനായി എടുത്തിട്ടുണ്ട്. ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിനുള്ള മികച്ച പഴങ്ങളിലൊന്നാണ് മാതളം. കൂടാതെ ധാരാളം വൈറ്റമിൻ സിയും ഇതിലടങ്ങിയിരിക്കുന്നു. വൈറ്റമിൻ സി ആണ് അയൺ ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നത്. കൂടാതെ നാരുകളും. ജ്യൂസ് ഉണ്ടാക്കാനായി ഒരു ഗ്ലാസ് വെള്ളം കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഈ പച്ചക്കറികളെല്ലാം, അതായത് ബീട്രൂട്ടും ക്യാരറ്റും ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കുക. ഈന്തപ്പഴത്തിലെ കുരു നീക്കുക. അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് അരിഞ്ഞെടുത്ത പച്ചക്കറികൾ ഇട്ട് കൊടുക്കുക. മാതളം നാരങ്ങ ഇട്ട് കൊടുക്കുക. ഈന്തപ്പഴം കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം നേരത്തെ എടുത്തു വെച്ചതും കൂടെ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കുക. നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കുടിക്കാം. ഇത് നിങ്ങൾക്ക് 2 രീതിയിൽ കുടിക്കാം. അരിച്ചെടുത്തതിന് ശേഷവും കുടിക്കാം, അല്ലെങ്കിൽ അരിച്ചെടുക്കാതെയും കുടിക്കാം. ഇനി വിളർച്ച പരിഹരിക്കാൻ ഈ പറഞ്ഞത് കൂടാതെ ജീവിതശൈലിയിൽ ചില മാറ്റങ്ങളും വരുത്തണം. ഒന്ന്, ദഹന വ്യവസ്ഥ ശ്രദ്ധിക്കണം. അതായത് മസാലകൾ കൂടുതലടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുക. കൂടാതെ നോൺ വെജ് ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കുറച്ച് നാളത്തേക്കെങ്കിലും ഒഴിവാക്കുക. 2, വെജിറ്റബിൾ സൂപ്പ്, പയർ സൂപ്പ് തുടങ്ങിയവ ലഘുഭക്ഷണങ്ങളായി കഴിക്കാൻ ശ്രമിക്കണം. 3, മാതളം നാരങ്ങ, കിവി, ഓറഞ്ച്, തണ്ണിമത്തൻ, ആപ്പിൾ, ചീര, ബ്രൊക്കോളി, കാബേജ് ഇവയിലെല്ലാം അയൺ ധാരാളമായി കാണപ്പെടുന്നു. അതിനാൽ ഇത്തരം ഭക്ഷണങ്ങളെല്ലാം ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്തുക. ഇവ ശരീരത്തിൽ രക്തം വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്ന ഭക്ഷണങ്ങളാണ്. 4, ഇരുമ്പ് പാത്രങ്ങളിൽ പാകം ചെയ്ത ഭക്ഷണങ്ങൾ കഴിക്കുക. ഇത് ശരീരത്തിലെ ഹീമോഗ്ലോബിൻ നില സന്തുലിതമാക്കി നിർത്താൻ സഹായിക്കും. 5, ചായയിലും കാപ്പിയിലുമുള്ള ഫീനോളിക് സംയുക്തങ്ങൾ, തേയിലയിലുള്ള ടാനിൻ, പാലിൽ അടങ്ങിയിരിക്കുന്ന കാൽഷ്യം തുടങ്ങിയവയെല്ലാം ഇരുമ്പിന്റെ ആഗിരണം കുറയ്ക്കാൻ കാരണമാകുന്ന ഘടകങ്ങളാണ്. അതിനാൽ വിളർച്ചയുള്ളവർ ചായ, കാപ്പി, പാല് ഇതൊക്കെ അമിതമായി കഴിക്കുന്നത് ഒഴിവാക്കുക. ചായയും കാപ്പിയും ഭക്ഷണം കഴിച്ചതിന് ശേഷം കുടിക്കുന്നുണ്ടെങ്കിൽ അതും ഒഴിവാക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് വിളർച്ചയുള്ളവർ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഈ പറഞ്ഞ കൃത്യമായ ഡയറ്റും ഇതുപോലെ നല്ലൊരു ജ്യൂസും ഒക്കെ തയ്യാറാക്കി കുടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വിളർച്ച എന്നേക്കുമായി നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കും. അപ്പോൾ വിളർച്ചയുള്ളവർക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാം.
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ്. ഏതെങ്കിലും റെസിപ്പിയോ ഡയറ്റോ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. താങ്ക്